നമസ്കാരം. പശ്ചിമേഷ്യയിലെ യുദ്ധഭീഷണിയും ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷാ ആശങ്കകളും ലോകത്തെ മുൾമുനയിൽ നിർത്തുന്നതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി സംസാരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 40 മിനിറ്റ് നേരം നീണ്ടുനിന്ന ഫോൺ സംഭാഷണത്തിൽ പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യം ചർച്ചയായി. വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷമുള്ള ആദ്യ സംഭാഷണമാണിത്. ഇന്ത്യ-US ബന്ധത്തിലെ പുതിയ സംഭവവികാസങ്ങളും ചർച്ചയായി. പ്രധാനമന്ത്രി മോദി തന്നെയാണ് ഇക്കാര്യം എക്സിൽ അറിയിച്ചത്. തിങ്കളാഴ്ച വൈകുന്നേരത്തോടെയായിരുന്നു ഇരു രാഷ്ട്ര നേതാക്കളും തമ്മിൽ സംഭാഷണം നടന്നത്. എൻ്റെ സുഹൃത്ത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നെ ഫോണിൽ വിളിച്ചു. വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണത്തിൽ കൈവരിച്ച പുരോഗതി ഞങ്ങൾ അവലോകനം ചെയ്തു. എല്ലാ മേഖലകളിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ ആഗോള പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യുകയും ഹോർമുസ് കടലിടുക്ക് തുറക്കേണ്ടത് സംബന്ധിച്ചും അതിൻ്റെ സുരക്ഷ സംബന്ധിച്ചുമുള്ള പ്രാധാന്യം ഊന്നിപ്പറയുകയും ചെയ്തുവെന്ന് മോദി എക്സിൽ കുറിച്ചു. ഇരു നേതാക്കളും തമ്മിലുള്ള സംഭാഷണം 40 മിനിറ്റോളം നീണ്ടുനിന്നെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങളെക്കുറിച്ചും വ്യാപാരത്തെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്തതായി ഇന്ത്യയിലെ US പ്രതിനിധി സെർജിയോ ഗോർ വ്യക്തമാക്കിയതായി NDTV റിപ്പോർട്ട് ചെയ്തു. ട്രംപ് പതിവായി പ്രധാനമന്ത്രിയെ വിവരങ്ങൾ അറിയിക്കാറുണ്ടെന്നും പശ്ചിമേഷ്യയിലെ നിലവിലെ സംഭവവികാസങ്ങളെക്കുറിച്ചും ഇന്ത്യയും US തമ്മിലുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചും അദ്ദേഹം മോദിയോട് വിശദീകരിച്ചതായി ഗോർ പറഞ്ഞു. ഇന്ത്യയിലെ ജനങ്ങൾ തങ്ങളെ സ്നേഹിക്കുന്നതായി ഫോൺ സംഭാഷണത്തിനിടെ മോദി ട്രംപിനെ അറിയിച്ചെന്നും ഗോർ വ്യക്തമാക്കി. പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി US-ഉം ഇറാനും വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും സമാധാന ചർച്ച ആരംഭിക്കുകയും ചെയ്ത ശേഷം ട്രംപും മോദിയും തമ്മിൽ നടക്കുന്ന ആദ്യത്തെയും ഈ വർഷം നടത്തിയ മൂന്നാമത്തെയും സംഭാഷണമാണിത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ ചാനലായ ഹോർമുസ് കടലിടുക്ക് സുരക്ഷിതമായും തടസ്സമില്ലാതെ നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ചയിൽ ഊന്നിപ്പറഞ്ഞു. ഇന്ത്യയുടെ ചരക്ക് നീക്കത്തെയും ഊർജ്ജ സുരക്ഷയും ബാധിക്കുന്ന വിഷയമെന്ന നിലയിൽ മേഖലയിലെ സമാധാനം അത്യന്താപേക്ഷിതമാണെന്ന് മോദി വ്യക്തമാക്കി. ഇസ്ലാമാബാദിൽ നടന്ന ഇറാൻ-അമേരിക്ക ചർച്ചകൾ പരാജയപ്പെട്ടെങ്കിലും സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണ പ്രധാനമന്ത്രി അറിയിച്ചു. അമേരിക്കയുമായിട്ടുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇരു രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധമാണെന്നും സംഭാഷണത്തിന് ശേഷം മോദി എക്സിൽ കുറിച്ചു. മേഖലയിലെ സംഘർഷം കുറയ്ക്കാനുള്ള ശ്രമങ്ങൾക്ക് ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണ പ്രധാനമന്ത്രി അറിയിച്ചിട്ടുണ്ട്. സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാൻ ഇരു രാജ്യങ്ങളും സംയുക്തമായി പ്രവർത്തിക്കുമെന്നും ചർച്ചയിൽ ധാരണയായതായി മോദി കുറിച്ചു. അതിനിടെ ഇറാന് സൈനിക പിന്തുണ നൽകുന്നുവെന്ന് ആരോപിച്ച് ചൈനയ്ക്കെതിരെ 50% തീരുവ ചുമത്തുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കിയിട്ടുണ്ട്. എന്നാൽ അത്തരമൊരു നടപടി ഉണ്ടായാൽ ശക്തമായ പ്രതികാര നടപടികൾ സ്വീകരിക്കുമെന്നാണ് ചൈനയും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതിനിടെ അമേരിക്കൻ ഉപരോധം മറികടന്ന് ചൈനയുടെ പതാകയുള്ള കപ്പൽ ഹോർമുസ് കടലിടുക്ക് കടന്നു. റിച്ച് സ്റ്റാറി എന്ന കപ്പലാണ് ഹോർമുസ് കടന്നത്. ഇന്നലെ ഇറാനിൽ നിന്നും എണ്ണ കൊണ്ടുവന്നിരുന്ന ചൈനീസ് കപ്പലായ എലിപ്സും ഹോർമുസ് കടലിടുക്ക് കടന്നിരുന്നു. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ സമാധാന സുസ്ഥിരതയും ഉറപ്പാക്കുന്നതിനായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് 4 നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഗൾഫ് മേഖലയിലെയും പശ്ചിമേഷ്യയിലെയും പരമാധികാരവും സുരക്ഷയും മാനിക്കപ്പെടണമെന്നും അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കണമെന്നും ഷീ ജിൻപിങ് ആവശ്യപ്പെട്ടു. അതിനിടെ അമേരിക്ക ഇറാനിയൻ തുറമുഖങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയാൽ ഗൾഫിലെ ഒരു തുറമുഖവും സുരക്ഷിതമായിരിക്കില്ല എന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. US-ന്റെ നടപടി ഉത്തരവാദിത്തമില്ലാത്തതും അപകടം നിറഞ്ഞതാണെന്നുമാണ് ചൈനയുടെ വിമർശനം. ഇത് വെടിനിർത്തലിനെ ബാധിക്കുമെന്നും സംഘർഷം കൂട്ടുമെന്നും ചൈന ചൂണ്ടിക്കാട്ടുന്നു. ചൈനീസ് വിദേശകാര്യ വക്താവിൻ്റെതാണ് പ്രസ്താവന. അതേസമയം ഹോർമുസ് ഉപാധികൾ ഇല്ലാതെ തുറക്കണമെന്ന് ഖത്തർ ആവശ്യപ്പെട്ടു. ഇസ്ലാമാബാദിലെ ചർച്ചകൾ വഴിമുട്ടിയെങ്കിലും രണ്ടാമത്തെ വെടിനിർത്തൽ കാലാവധി അവസാനിക്കുന്ന ഏപ്രിൽ 21 മുൻപായി US-ഉം ഇറാനും തമ്മിൽ പുതിയ റൗണ്ട് ചർച്ചകൾക്ക് സാധ്യത തെളിയുന്നുണ്ട്. ഈ ആഴ്ച അവസാനം ചർച്ചകൾ നടന്നേക്കുമെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ചർച്ച വ്യാഴാഴ്ച നടന്നേക്കുമെന്ന് സൂചനയുണ്ടെങ്കിലും സമയവും സ്ഥലവും ഔദ്യോഗികമായി തീരുമാനിച്ചിട്ടില്ല. ഇസ്ലാമാബാദ് അല്ലെങ്കിൽ ജനീവ എന്നിവയാണ് പരിഗണനയിലുള്ള പ്രധാന വേദികൾ. 6 ആഴ്ച നീണ്ട യുദ്ധത്തിന് അറുതി വരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നത്.